ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലെ റെസിപ്പിയാണ് കേട്ടോ. മുത്താറി ഒറോട്ടിയാണ്, റാഗി ഒറോട്ടി എന്നെല്ലാം പറയും. അപ്പോൾ ഈ ഒരു മുത്താറി ഒറോട്ടി ഒട്ടുമിക്ക നാട്ടിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഭാഗത്തൊക്കെ ഈ കണ്ണൂർ ജില്ലയിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു കുറച്ച് മുന്നേ, പഴയകാല റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയതുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുത്താറി ഒറോട്ടി ഉണ്ടാക്കുന്നത് ഉമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഫസ്റ്റ് അത് സ്റ്റെപ്പ് കൂടെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മുത്താറി എടുത്തിട്ടുണ്ട്. ഉമ്മ എടുത്തിട്ടുള്ളത് ഏതാണ്ട് ഒരു 1.5 കപ്പ് 1.25 കപ്പിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ മുത്താറി. അപ്പോൾ നല്ലപോലെ ഒന്ന് പാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഉമ്മ ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പം മുത്താറി ആയതുകൊണ്ട് തന്നെ ബൗളിലൊക്കെ ഇട്ട് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് തന്നെ കഴുകുക, കാരണം പെട്ടെന്ന് കയ്യിൽ നിന്ന് ഊരിപ്പോകുന്ന പോലത്തെ ഒരു ഐറ്റമാണല്ലേ. അപ്പം 3-4 തവണ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക കേട്ടോ. എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടട്ടെ. അപ്പോൾ മുത്താറി നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഊറ്റിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിരുന്നു മിക്സിയുടെ ജാറിൽ അരി അരച്ചതുപോലെ തോന്നുന്നില്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച മുന്നേ സാധാ അരി ഒറോട്ടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ദിവസം തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യുന്നത്. ഉമ്മ 2 റെസിപ്പി ഒന്നിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സെയിം പിന്നെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ, ഒറോട്ടിയുടെ തന്നെയല്ലേ. അതുകൊണ്ടും ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഉമ്മ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ പുഴുങ്ങലരിയാണ് കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒന്നും അളവ് എന്ന് പറയുന്നത് കറക്റ്റ് ഇല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിലവർക്ക് മുത്താറിയുടെ ഫ്ലേവർ ഓവർ വേണ്ടിക്ക് മുത്താറി കൂട്ടിയെടുക്കുക, അരി കൂടുതലായിട്ട് വേണ്ടിക്ക് അങ്ങനെ കൂട്ടിയെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. മുത്താറിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണേ. അപ്പോൾ പുഴുങ്ങലരി ഓൾറെഡി ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല തിളച്ച വെള്ളത്തിൽ വേണം കുതിർത്ത് വെക്കാനായിട്ട് ഒരു ഓവർനൈറ്റൊക്കെ. അപ്പോൾ ഇതുപോലെ ഉമ്മ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെള്ളമൊക്കെ മിക്സിയുടെ ജാറിലാക്കിയിട്ട് വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്നും ഞാൻ പൊതുവേ ചെയ്യുന്ന വീഡിയോ പോലെ സെറ്റ് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ. എല്ലാം നീറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഉമ്മ ജസ്റ്റ് വീട്ടിൽ രാവിലെ നാസ്തക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് നാസ്ത എന്നാണ് കേട്ടോ നമ്മൾ പറയുക. നാസ്തയുടെ സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല റെസിപ്പി ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പി ആയതുകൊണ്ട് ഷെയർ ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കും. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, പൊതുവേ എല്ലാം ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ആരും ചെയ്യാൻ നിൽക്കില്ല അല്ലേ. അപ്പോൾ ഉമ്മ ഇത് ആവശ്യത്തിനുള്ള അരിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി നമ്മൾ എത്ര ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഒറോട്ടിയുടെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഈ ഒരു മാവ് നല്ലപോലെ കുഴച്ച് ഉരുട്ടി പരത്തിയെടുക്കാൻ പാകത്തിന് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മുടെ അരിപ്പൊടിയും എല്ലാ ഉപ്പും എല്ലാ ഭാഗത്തും നമ്മുടെ മുത്താറി മിക്സിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ കരുതും മുത്താറി ഒറോട്ടിയുടെ കളർ എന്താ ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോഴല്ല കേട്ടോ കളറ് വരിക, ലാസ്റ്റ് ചുട്ടെടുക്കുന്ന സമയത്ത് ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കളറ് മാറി മാറി വരുന്നത്. അപ്പോൾ നല്ലപോലെ ഉമ്മ ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. അഥവാ ആവശ്യത്തിന് വെള്ളം കുറച്ചുകൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലത്തെ റെസിപ്പീസൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒന്നും ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലാവും. ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. കുറച്ചൊരു ലൂസായിട്ടുള്ള പരുവം നിങ്ങൾക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, കണ്ടില്ലേ? ഈ ഒരു രീതിക്ക് കുഴച്ചെടുത്തിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ആ ഒരു സമയം കൊണ്ട് നല്ല കറക്റ്റ് പരുവായിട്ട് വരും കേട്ടോ. നമുക്ക് കയ്യിൽ ഉരുട്ടിയിട്ട് പരത്താൻ പാകത്തിന് വെള്ളവും അരിപ്പൊടിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയിട്ട് ലെവലായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതിവിടെ ഒരു 5-6 മിനിറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കപ്പുറം പോയിട്ട് ഇല പറിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ മുറ്റത്ത് ഞാൻ പോയിട്ടുണ്ട്, ഇല പറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കാരണം ഞാൻ മുന്നേ ഒറോട്ടിയുടെ റെസിപ്പി ചെയ്ത സമയത്ത് അതിലുണ്ടായിരുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ. കാരണം ആ ദിവസം തന്നെയാണല്ലോ 2 ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇലയിൽ പരത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നിങ്ങൾക്കറിയാമല്ലോ ഇലയിലൊക്കെ ചെയ്യുന്ന സമയത്ത്. സാധാരണ ഓടിൽ തന്നെ ഡയറക്റ്റ് പരത്തിയെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉമ്മ ഇതിവിടെ ഇലയൊക്കെ നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുത്താറി ഒറോട്ടി എങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇലയൊക്കെ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉമ്മ. ഇനി അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ നോർമലി ഒറോട്ടി ചെയ്തെടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വലുപ്പം എത്രയാണോ വലുപ്പം അതിനനുസരിച്ചിട്ടുള്ള ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കുക.
എന്നിട്ട് വലിപ്പമൊക്കെ റൗണ്ടൊക്കെ നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യട്ടെ. ചിലവർക്ക് ചെറുതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് വലുതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ നല്ല കട്ടിയിൽ ഇഷ്ടമുള്ളവരുണ്ടാവും. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഈ ഒരു മുത്താറി ഒറോട്ടിക്ക് ഒരു പ്രത്യേക മൊഞ്ചാണ് കേട്ടോ. നിങ്ങൾക്ക് പരത്തിയെടുക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, പ്രത്യേക മൊഞ്ചാണ്. ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു ഓട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പാനോ ഓടോ എന്തായാലും കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ നിങ്ങൾ പാനിൽ കൊള്ളുന്നത് അതിനനുസരിച്ച് നോക്കിയിട്ട് പരത്തിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഓരോന്ന് ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഓരോന്ന് ചുട്ടെടുത്തിട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറോട്ടി ഈസിയാണ് ചെയ്യാൻ, പക്ഷേ ഉള്ളിൽ വേവുന്ന ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഓരോന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഒറോട്ടി ചുട്ടെടുക്കാനായിട്ട്, എങ്കിലേ ഉള്ളെല്ലാം നന്നായിട്ട് വേവുള്ളൂ. ഇടയ്ക്കൊന്ന് കുറച്ച് വെക്കുക, ഇടയ്ക്കൊന്ന് കൂട്ടി വെക്കുക, ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നല്ലപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇലയൊക്കെ നല്ലപോലെ കളറൊക്കെ മാറി ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇല റിമൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, ചെറിയ രീതിക്ക് ഒറോട്ടിയുടെ സൈഡ് കാണുന്നില്ല, കളറ് മാറി വരുന്നത്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ വേവുന്ന സമയം കൂടി നല്ല അടിപൊളി നല്ല മൊഞ്ചുള്ള കളറായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ ഇതുവരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ മുത്താറി ഒറോട്ടി. നമ്മൾ കുഴച്ചിട്ടുള്ള മാവൊക്കെ നല്ല കറക്റ്റ് പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരും. നിങ്ങൾക്കിത് വീഡിയോയിലായതുകൊണ്ട് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, കുറച്ചും കൂടി കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. ഞാൻ മാക്സിമം നല്ല രീതിക്ക് എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇലയൊക്കെ നന്നായിട്ട് ഇതായതിനു ശേഷം റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടില്ല ഒറോട്ടിയുടെ കളർ കണ്ടില്ല, കുറച്ച് മാറി വന്നല്ലോ, നേരത്തെ പോലെ അല്ലല്ലോ ഉള്ളത്. അപ്പോൾ 2 സൈഡും ഏതാണ്ട് നല്ലപോലെ തൊലിയൊക്കെ കട്ടി വന്ന് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പം വീഡിയോ ആയതുകൊണ്ടാണേ. അപ്പോൾ ഇതാ കണ്ടില്ല നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ നിങ്ങൾക്ക് തൊലിയുടെ കട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓവർ മൊരിയേണ്ടിക്ക് അങ്ങനെ മൊരിയിച്ചെടുക്കുക, അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് വേണ്ടിക്ക് അങ്ങനെ എടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഇടയ്ക്കിടെ പ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളൊക്കെ നല്ലപോലെ സെറ്റായിട്ട് വരും. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഈ ഒരു മുത്താറി ഒറോട്ടി റെഡി ആയിട്ടാണ്. നല്ല അടിപൊളി മൊഞ്ചുള്ള കളറല്ലേ അല്ലേ. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഇനി ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ, എങ്കിൽ സൈഡിലൊന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ശരിക്കും മുത്താറി ഒറോട്ടി നല്ല ലെയറായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ, തൊലിയൊക്കെ സെപ്പറേറ്റ് ആയി വന്നിട്ട്. അപ്പോൾ ഇതുപോലെ സൈഡൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കുറച്ച് സ്പേസ് ഉള്ളത് കൊണ്ട് ബാക്ക് സൈഡിലും കൂടി ഒരു ഒറോട്ടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതാ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, നല്ലപോലെ പൊങ്ങിയത് കൊണ്ടാണ് കേട്ടോ തൊലി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണുന്നത്. ഒറോട്ടിക്ക് അതാണ് നല്ലൊരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ മുത്താറി ഒറോട്ടിയൊക്കെ റെഡി ആയതിനു ശേഷം ഇതാ നല്ല അടിപൊളി മുളകട്ടക്കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇതിൻ്റെ കൂടെ മുളകട്ടക്കറി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ബീഫ് വരട്ടി, ലിവർ വരട്ടി എല്ലാം നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ ഒറോട്ടി ആകുമ്പോൾ ഏത് കറിയും നല്ല സ്യൂട്ടാവുമല്ലോ. അപ്പോൾ കറിയൊക്കെ അവിടെ നിന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇതിൻ്റെ പിന്നെ റെസിപ്പി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഒറോട്ടി എങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നല്ലപോലെ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ 2 സൈഡിലും. അത് അരി ഒറോട്ടിയുടെ കൂടെ ഈ ഒരു ഒറോട്ടിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നല്ലതായിട്ട് നെയ്യ് തടവി കൊടുത്ത ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയിടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും 2 ലെയറായിട്ട് വന്ന് നന്നായിട്ട് പൊങ്ങിയത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇതുപോലെ ലെയറായിട്ട് വന്നിട്ടുള്ളത്, തൊലിയൊക്കെ സെപ്പറേറ്റ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്